അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സൂറത്തുൽ മുഹമ്മദിലെ 2-ാമത്തെ ആയത്തിനെ കുറിച്ചാണ്. ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നമുക്ക് ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. അതായത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും മുഹമ്മദ് നബിയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ അതത്രേ അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യം വിശ്വസിക്കുകയും ചെയ്തവരാരോ അവരിൽ നിന്നും അവരുടെ തിന്മകൾ അവൻ മായ്ച്ചു കളയുകയും അവരുടെ അവസ്ഥ അവൻ നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതാണ്. അതായത് യഥാർത്ഥ വിശ്വാസം വെറും വാക്കുകളല്ല, പ്രവൃത്തിയാണെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത്തിലുള്ള വിശ്വാസമാണ് തുടർന്ന് നന്മ ചെയ്യുന്ന ഒരു ജീവിതം. പകരം അള്ളാഹു 2 അവിശ്വസനീയമായ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അവൻ നമ്മുടെ മുൻകാല തെറ്റുകൾ മായ്ക്കപ്പെടും. അവൻ നമ്മുടെ ജീവിതത്തിന് സമാധാനവും വ്യക്തതയും നൽകുന്നു. നാം എല്ലാവരും സമാധാനം തേടുന്നു, നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ ഭാവിയിലും. ഈ ആയത്ത് നമുക്ക് വഴി കാണിച്ചു തരുന്നു. വിശ്വസിക്കുക, നന്മ ചെയ്യുക, സത്യം പിന്തുടരുക. ആരെങ്കിലും സത്യസന്ധമായി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു അവരുടെ തിന്മകൾ മായ്ച്ചു കളയുകയും അവരുടെ സ്ഥിതി നന്നാക്കുകയും ചെയ്യുമെന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. കൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശ്വാസത്തിന് 70-ലധികം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതും ഏറ്റവും താഴ്ന്നത് വഴിയിൽ നിന്നും തടസ്സം നീക്കം ചെയ്യുന്നതുമാണ് എന്ന്. ചെറിയ പ്രവൃത്തികൾക്ക് പോലും പ്രാധാന്യമാണ്. അതിനാൽ ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ, വിശ്വാസം നിഷ്ക്രിയമല്ല, അത് നമ്മെ മാറ്റുന്നു, അത് നമ്മെ ഉയർത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം അള്ളാഹു നമ്മുടെ ജീവിതത്തെ മികച്ചതാക്കി മാറ്റുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.